ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മല്ലൂസിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനും. നമുക്ക് പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ MacBook Pro M1 ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞോടാ. MacBook Pro നല്ല എയർ ടൈറ്റ് ആണ് കേട്ടോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു MacBook Pro അൺബോക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കയ്യിലെടുക്കാൻ പോകുന്നത്. ഐപാഡ് പഴയ വെർഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഐപാഡ് മിനിയും പിന്നെ ഐഫോൺസിൻ്റെ പഴയ മോഡൽസ് 10R വരെയൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയ്ക്കാം. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബോക്സിനകത്ത് വരുന്നത് ഫസ്റ്റ് നമ്മുടെ ഒരു മാനുവലാണ്. ഇതിനകത്ത് ഞാൻ നോക്കുന്ന ഐറ്റം ആദ്യം ഉണ്ടോ നോക്കട്ടെ. ആപ്പിളിൻ്റെ ലോഗോ സ്റ്റിക്കർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അവരുടെ കുറച്ച് എനർജി റേറ്റിങ്ങും കാര്യങ്ങളും, പിന്നെ മാനുവൽ നമുക്ക് കാണിച്ചു തരാം. മാക്ക് നോക്കുന്നത് മാനുവൽ, പിന്നെ കുറെ പേപ്പർ വർക്ക്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് ആപ്പിളിന്റെ ഒരു ബുക്ക്ലെറ്റ് പോലെ കുറച്ച് കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. നമ്മുടെ മാനുവലിന്റെ ബുക്കിനകത്ത് അവരുടെ സ്ഥിരം ഡയലോഗ് ഉണ്ട്, ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. നമ്മുടെ ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ചാർജിങ് കേബിള്, ലൈറ്റിംഗ് കേബിൾ അല്ല. അപ്പോൾ നമുക്ക് വേറെ പുറത്തോട്ട് കൊണ്ടുപോയാലും ചാർജിങ് യൂസ് ചെയ്യാൻ വലിയ പാടൊന്നും വരത്തില്ല. പിന്നെ ഒരു 61 വോട്ടിന്റെ ഒരു ചാർജിങ് ഡോക്ക് വന്നിട്ടുണ്ട്. അത് 61 വോട്ടിന്റെ ടൈപ്പ് സി ടു ടൈപ്പ് സി. ഓക്കെ, അത് നമുക്ക് ഇത് സെപ്പറേറ്റ് ആക്കാം. പിന്നെ ലോഗോ അതിനകത്ത് തന്നെ ഉണ്ട് ചാർജിങ് ഡോക്കിനകത്ത്. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ MacBook Pro M1 അത് പരിചയപ്പെടാം. കയ്യിലെടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ നല്ല തിന്നാണ്, ഒത്തിരി കനമൊന്നുമില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു മോഡൽ ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ HP-യുടെ X360 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതും ഇതേപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, കനവും ഇല്ല, പക്ഷെ ഇത്രയും ലൈറ്റ് തിന്നല്ല അത്. പിന്നെ ഇത് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ പോർട്ട് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് വന്നിട്ടുള്ള ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു ഓഡിയോ ജാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ സൈഡിലാണെങ്കിൽ 2 ടൈപ്പ് സി പോർട്ടുകൾ. ഇത് Thunderbolt സപ്പോർട്ട് ചെയ്യുന്ന പോർട്ടാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട, ഇതിന് കൊടുക്കുന്ന പ്രൈസിന് Thunderbolt സപ്പോർട്ട് ചെയ്യുന്ന എടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 ഡിസ്പ്ലേ ഔട്ട് എടുക്കാൻ പറ്റും. 6K വരെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ഔട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ സ്പീഡും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാക്ക് ഒന്ന് ഓപ്പൺ ചെയ്താലോ. നമ്മുടെ ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓണായി വരും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിളിന്റെ ലോഗോ ഇവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കാണാം. SSD ആണ്, നല്ല ഫാസ്റ്റ് ആണ് ഇത് ഓപ്പൺ ആയി വരാൻ. ഓക്കെ, സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് ഒരു 2K ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത് ഒരു ഫുൾ HD-ക്കും 4K-ക്കും ഇടയ്ക്ക് വരുന്ന റെസൊല്യൂഷനാണ് വരുന്നത്. ഇപ്പോൾ 2K നമുക്ക് പറയാം റെസൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത്. ഇപ്പൊ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ക്ലാരിറ്റി. ഓക്കെ, നമുക്ക് ഇതൊന്ന് പാസ്വേഡ് നമ്മുടെ ഇതിന്റെ ഓണറെ കൊണ്ടൊന്ന് പാസ്വേഡ് അടിപ്പിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ പാസ്വേഡ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി ഇനി പറയാനുള്ളത്, ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ടച്ച് ബാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ
പിന്നെ നമ്മുടെ പ്രോ വെർഷനായിട്ടാണ് ടച്ച് ബാർ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ നല്ലൊരു കീബോർഡാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നല്ലൊരു ഫീൽ വരുന്നുണ്ട്, ടച്ച് ഫീല്. പിന്നെ നല്ല വലിയൊരു ട്രാക്ക് പാഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ടച്ച് ബാർ നമുക്ക് നോക്കിയാലോ. ഇതാ ഇവിടെ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ കുറയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ ടച്ച് ബാറിനകത്ത് ടച്ച് ചെയ്യാണ്, കുറയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഇത് കാണാൻ പറ്റും, കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട്. ഓക്കെ, ഇപ്പം ബ്രൈറ്റ്നെസ് ഫുള്ളാണ് കിടക്കുന്നത്. നമുക്ക് കുറച്ച് തോന്നുന്നു ഡിസ്പ്ലേ ഫുള്ള് ഓണായ ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇത് പക്ഷേ ബ്രൈറ്റ്നെസ് നമ്മൾ കുറച്ചിട്ടേക്കുവാണ്. അതിന് ശേഷം നമ്മൾ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി നോക്കാം. ഓക്കേ, അപ്പോൾ ഇതിൻ്റെ വേറെ പറയാനുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന മോഡൽ എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിൻ്റെ M1 ചിപ്പ് വെച്ചിട്ട് വരുന്ന മോഡലാണ്. അവർ ഇതുവരെ ചെയ്തിട്ടുള്ള ഇൻ്റലിൻ്റെ ചിപ്പ് വെച്ചിട്ടാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് അവർ ചിപ്പ് പ്രൊഡക്ഷൻ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ അവർ ഈ പുതിയ പ്രോ ഇറക്കിയിട്ടുള്ളത്, നമ്മുടെ MacBook Pro. ഇത് ബാക്കി വരുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ 8 GB ഒരു റാമാണ് വരുന്നത്, പിന്നെ 512 GB SSD. പിന്നെ നമ്മുടെ പ്രോസസ്സർ സൂപ്പർ ഫാസ്റ്റാണ്, ഒരു രക്ഷയില്ല. അതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു 8 GB ഫയൽ റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കാൻ വരുന്ന സമയമെന്ന് വെച്ചാൽ 1 മിനിറ്റ് 40 സെക്കൻഡൊക്കെ വരുന്നുള്ളൂ. അത്രയ്ക്ക് ഫാസ്റ്റാണ് ഇതിൻ്റെ പ്രോസസ്സർ, ബ്ലേസിങ് ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രോസസ്സറിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ പ്രോസസ്സർ ഒരു 8 കോർ CPU ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 8 കോറിൻ്റെ GPU കൂടെ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു 16 കോറിൻ്റെ ഒരു ന്യൂറൽ എഞ്ചിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമുക്ക് ഈ പ്രോഡക്റ്റ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടായി എടുത്തതാണ്. ഞാൻ അന്നേരം പുള്ളി സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് വന്നെടുത്തതാണ്. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോയും കൂടെ ആണ്. പിന്നെ റോഡ് സൈഡിലിരുന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് എന്തെങ്കിലും എക്സ്ട്രാ സൗണ്ടുകൾ പുറത്തുനിന്ന് വരാൻ വണ്ടികളുടെയൊക്കെ, അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഫുൾ റിവ്യൂ ഇടുമ്പോൾ ഞാൻ മാക്സിമം നല്ല രീതിയിൽ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വന്ന് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് പിന്നെ സാധനം പെട്ടെന്ന് എടുക്കണമെന്നുണ്ട്, ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ആണ് വന്നത് പ്രശ്നം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലത്തെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം കണ്ടതല്ലേ. നമ്മുടെ MacBook Pro M1ൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1,42,000 രൂപയാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് പലയിടത്തു നിന്നായിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ആമസോണിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഒരു ഒഫീഷ്യൽ സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യൻ സൈറ്റ്. ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അതിനകത്തു നിന്നാണെങ്കിൽ കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അവരുടെ പല പ്രോഡക്റ്റിനായിട്ട്. ഇപ്പോൾ ഐപാഡിന് അവരൊരു പുതിയ ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നെയിമോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് എൻഗ്രേവ് ചെയ്തിടാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് ചെത്തി ചെയ്യത്തില്ലേ, അതുപോലെ ചെയ്യാൻ പറ്റും. 3D പ്രിൻറ്റിങ് എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം. അതും അല്ല, അവരത് എൻഗ്രേവ് ചെയ്താണ് തരുന്നത്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എൻഗ്രേവ് ചെയ്തൊരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഉടനെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും അതുപോലത്തെ വരുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്നായാണെങ്കിലും എടുക്കും. പെട്ടെന്ന് അൺബോക്സ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കും. അപ്പോൾ എൻഗ്രേവ് ചെയ്ത എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഐപാഡിൻ്റെ ഏതെങ്കിലും മോഡൽ നമ്മുടെ ഈ കിട്ടുവാണെങ്കിൽ നമ്മളത് ഉറപ്പായിട്ടും എടുക്കും. സ്ഥലവും കാര്യങ്ങളൊന്നും നോക്കത്തില്ല. റോഡ് സൈഡ് വെച്ചിട്ടാണെങ്കിലും ആരെങ്കിലും കൈ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് അടിപൊളി ഒരു ഓപ്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഐപാഡിൻ്റെ കൂടെ തന്നെ നമുക്ക് അവരുടെ പെന്നും കിട്ടും. മാജിക് പെന്നിൻ്റെ നമുക്ക് എൻഗ്രേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് മാജിക് പെന്നിനകത്ത്. അപ്പോൾ മാജിക് പെന്നൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഐപാഡ് എവിടെ കണ്ടാലും നമ്മളത് എടുത്ത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിൻ്റെ ഒരു 256 GB മോഡലും കൂടെ ഉണ്ട് കേട്ടോ. അതിന് റേറ്റ് കുറച്ചും കൂടെ കുറയും. ഒരു 1,30,000 രൂപയൊക്കെ ആയിരിക്കും, 29,000-30,000 രൂപയായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ 2 TB വരെ ഉള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതിൻ്റെ റേറ്റ് നല്ല രീതിയിൽ വ്യത്യാസം വരും അതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.